Evaluate integral 1 to 2 dx by x using Simpson's 1/3 rule. ഇവിടെ ഇങ്ങനെ h അല്ല, with n equal to നമ്മളൊരു 4 ചൂസ് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം. നേരത്തെ അതേ പ്രൊസീജിയർ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഫംഗ്ഷൻ ഇവിടെ എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഡി എക്സ് ഒഴികെ എന്താ വരുന്നത്? 1/x dx. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ഈസ് 1/x ആൻഡ് എക്സ് വാല്യൂസ് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യണം. പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇവിടെ n ഈക്വൽ ടു 4 എന്നാണ് വന്നത്. n ഈക്വൽ ടു 4 എന്നുണ്ട്. നമുക്ക് എന്ത് വേണം? h കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? xn മൈനസ് എക്സ് നോട്ട് ബൈ n ചെയ്യണം. xn മീൻസ് or b minus a by n, last point minus first point by n. That 2 minus 1 by 4, 1/4, that is 0.25. 0.25 distance points നമ്മൾ choose ചെയ്യണം. അപ്പോൾ x0 ഇവിടെ എന്താ? first point 1, x1 എന്തായിരിക്കും? 0.25 distance 1.25, x2 n 4 ആണ്, e1 ആണ്. അപ്പോൾ എന്ത് യൂസ് ചെയ്യാം? Simpson's rule യൂസ് ചെയ്യാം. അതൊക്കെയാണ്. x2 എന്ത് വരും? 1.5, x3 1.75, x4 2. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഓരോ പോയിന്റിലും ഫംഗ്ഷൻ വാല്യൂ ഇവിടെ എന്താ വരും? 1/1, ദാറ്റ് ഈസ് 1/1.25 എന്ന് പറയുന്നത് 0.8 വരും. ഇനി 1/1.5 0.66, അടുത്തത് 0.5714 വരും, അടുത്തത് 0.5 വരും. വാല്യൂസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എഴുതുക. Then we have Simpson's rule. ആ റൂള് ഫസ്റ്റ് എഴുതുക. എന്താ റൂള്? ഇന്റഗ്രൽ 1 to 2 dx by x equal to h/3 into, ഇതെന്താ വാല്യൂ? എഫ് ഓഫ് എക്സ് നോട്ട് ആണ്, ഇത് എഫ് ഓഫ് x1 ആണ്, ഇത് എഫ് ഓഫ് x2, എഫ് ഓഫ് x3, എഫ് ഓഫ് x4. ചെയ്യേണ്ടത് ഫസ്റ്റ് ടേമിന്റെ ലാസ്റ്റ് ടേമിന്റെ ആഡ് ചെയ്യുക. പിന്നെ 2 into sum of even terms, sum of function values at even points ആണ് x2 x4 അങ്ങനെയുള്ളത്, and 4 into odd the sum. Therefore ഇവിടെ വരും f of x0 plus f of xn plus 2 into odd even ആണ് വരുന്നത്. even ഏതൊക്കെയാ? x2 x4 ആണ് even. പക്ഷേ x4 നമ്മൾ എഴുതരുത്, കാരണം നമ്മൾ ഈ xn എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? എഫ് ഓഫ് ലാസ്റ്റ് പോയിന്റ് ആണ് xn, എഫ് ഓഫ് x4 ആണ്. അപ്പൊ 2 into എഫ് ഓഫ് x2 മാത്രമേ ഇവിടെ വരൂ. വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എഫ് ഓഫ് x4. അതാണ് മിക്കവാറും എക്സാമിന് സിംപ്സൺസ് റൂൾ ചോദിച്ചാൽ കുട്ടികൾ തെറ്റിക്കുന്ന കാര്യം ഇതാണ്. ഈ x4ന്റെ ടേം റിപ്പീറ്റഡ് ആയിട്ട് ഓർ ഈവൻ ടേം ലാസ്റ്റ് ഇവിടെ എന്തായാലും ഈവൻ ടേം ആയിരിക്കും, അതിന് എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ എഴുതും. അപ്പൊ ആൻസർ മാറും. പ്ലസ് 4 into എഫ് ഓഫ് x1 പ്ലസ് എഫ് ഓഫ് x3, 2.7. അപ്പോൾ that is equal to 0.25/3 into 1 plus 0.5 വരും. That is 1 plus 0.5 plus 2 into 0.66 plus 4 into 0.8 plus 0.5714 വരും. ഇതിന്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. അത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു ആൻസർ I think 0.69 സംതിങ് ആണ് വരുന്നത് തോന്നുന്നു. നിങ്ങൾ ആൻസർ ചെയ്ത് ചെയ്തു. 0.6918 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ചെയ്തു നോക്കിയാൽ മതി. ഇനിയൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. നിങ്ങൾ സ്വന്തം ചെയ്താൽ മതി ഇത്. When a train is moving at 30 meters per second, second steam in shut off and brakes are applied. The speed of the train bracketed v is the speed of the train in meter per second after seconds is given by. എന്താ പറയുന്നത്? ടൈമും തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. യൂസിങ് സിംപ്സൺസ് 1/3 റൂൾ ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ട്രെയിൻ ഇൻ 40 seconds. അങ്ങനെ ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടുക.
വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് വി എന്ന് പറയുന്നത് ds/dt ആണ് അല്ലേ. അപ്പോൾ എസ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രൽ വി ഡി ടി ചെയ്താൽ മതി. വി ഡി ടി ടൈം വിത്തിൻ 40 സെക്കൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ 40 സെക്കൻഡ്സ് വരെ മീൻസ് എന്താ ടൈം ആണല്ലോ ലിമിറ്റ്. 0 to 40 ആണല്ലോ വരിക. 40 സെക്കൻഡ് ടൈം നെഗറ്റീവ് വരില്ലല്ലോ. അപ്പോൾ 0 to 40. ഇനി ഇന്റഗ്രൽ 0 to 40 ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇതാണ്. ഇന്റഗ്രൽ 0 to 40 വി ഡി ടി ആണ്. തന്നത് നോക്കൂ, ടിയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മൾ എക്സിന് പകരം ഇവിടെ ടിയുടേതാണ് തന്നത്. എന്താ ഇത് T0, T1, T2, T3, T4, T5. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് x0, x1 എഴുതിയാലും കുഴപ്പമില്ല. T6, T7, T8. 8 ആണ്. സബ് ഇന്റർവെൽസ് എത്രയാണ്? ഈവൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, സിംപ്സൺസ് റൂൾ യൂസ് ചെയ്യാം. ഇതെന്താണ് V of T0 or V0, V1, V2, V3, V4, V5, V6, V7, V8. അല്ലെങ്കിൽ നിങ്ങൾ എക്സും എഫ് ഓഫ് x0 അങ്ങനെ തന്നെ എടുത്തോളൂ. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താ വരിക, സിംപ്സൺസ് ആകുമ്പോൾ h/3 ഇൻറ്റു ഫസ്റ്റ് വാല്യൂ എഫ് ഓഫ്, ഇവിടെ ഡൗട്ട് വരുന്നത് നേരത്തെ പോലെ, നേരത്തെ നിങ്ങൾ ഫംഗ്ഷൻ വാല്യൂ നിങ്ങൾ സ്വന്തം തന്നെ കാണണം. ഇവിടെ ഫംഗ്ഷൻ വാല്യൂ നിങ്ങൾ കാണണ്ട. അപ്പോൾ എന്താ വരിക, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ V0 പ്ലസ് V8, ലാസ്റ്റ് V8 ആണ്, പ്ലസ് 2 ഇൻറ്റു E1 ഏതെല്ലാം വരിക, V2, V4, V6, V8 എഴുതരുത് കാരണം ഓൾറെഡി അത് എഴുതി, പ്ലസ് 4 ഇൻറ്റു ഏതൊക്കെ വരും, V0 കഴിഞ്ഞാൽ V1, V3, V4, V5 പ്ലസ് V7. ഇത്രയും വരും ടേംസ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ V8 എഴുതിയത് എത്ര തവണ പറഞ്ഞാലും നിങ്ങൾ പിന്നെ എഴുതും. V8 ടേംസ്, ഇവിടെയുള്ള ടേംസ് ഈ സമ്മിൽ വരുന്ന ടേംസിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഇവിടെ എത്ര ടേംസ് ഉണ്ട്, 9 ടേംസ് ഉണ്ട്. അപ്പോൾ 9 ടേംസ് മാത്രമേ ഇവിടെ വരുള്ളൂ. ജസ്റ്റ് കൗണ്ട് ചെയ്യുക. രണ്ട് മെത്തേഡിലും അങ്ങനെ തന്നെ. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആൻസർ 606 സംതിങ് വരും. ഓക്കെ, V0ന്റെ വാല്യൂ ഇതാ ഇവിടെ അറിയാലോ, ഓരോന്നും അറിയാലോ. ഇത്രയും ആലോചിക്കായിരുന്നു. വെലോസിറ്റി ഓർ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ സ്പീഡാണ്. ആ ഒരു കാര്യം ഓർത്താൽ മാത്രം മതി.